നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ പരാമർശവുമായി VK ശ്രീകണ്ഠൻ MP. പരാതിക്കാർ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്ന പരാമർശമാണ് വിവാദമായത്. കോടതി പറയുന്നത് വരെ രാഹുൽ കുറ്റക്കാരനല്ലെന്നും MP വ്യക്തമാക്കി. ചാറ്റുകളുണ്ട്, പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട്. പക്ഷേ അവരാരും പരാതിക്കാരല്ലോ. ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ആരോപണം ഉന്നയിച്ച വ്യക്തി പോലും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. രാഹുലിന്റെ ഓഡിയോ ആണെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഫോറൻസിക് വിദഗ്ധരോ? AI വീഡിയോ പോലും ഇക്കാലത്ത് ഇറക്കാമല്ലോ. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തലാണല്ലോ. ഓരോ മീഡിയയിൽ പറഞ്ഞതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പുറത്തു വന്നിട്ടില്ല. ഗൂഢാലോചനയുണ്ടോ എന്നറിയില്ല. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞവർ അർദ്ധവസ്ത്രം ധരിച്ചുള്ള ഫോട്ടോകൾ പുറത്തു വന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? ആരുണ്ട്, എന്തുണ്ട് എന്നൊക്കെ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനപ്രകാരമാണ്. രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പരാതി നൽകിയാൽ കോടതി പ്രഖ്യാപിക്കുന്നതുവരെ കുറ്റക്കാരനല്ലെന്നും പുറത്തു വന്നത് രാഹുലിന്റെ ഓഡിയോ ആണെന്നതിന് തെളിവുണ്ടോ എന്നും VK ശ്രീകണ്ഠൻ MP ചോദിച്ചു. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും എല്ലാം പുകമറയാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമാണ്. രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. രാജി പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. രാഹുൽ പറഞ്ഞത് തെറ്റാണ്. രാജിവെച്ചത് പാർട്ടി ആവശ്യപ്രകാരമാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ആരോപണം വന്നയുടൻ പാർട്ടി നടപടിയെടുത്തുവെന്നും ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ആളുകളെ വ്യക്തിപരമായി പിന്തുണയ്ക്കാനാകില്ലെന്നും VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. അതേസമയം നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ടതാണ് പോലീസ് തീരുമാനം. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതിയെന്നും അതിനപ്പുറം തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ലെന്നുമാണ് പോലീസ് വിലയിരുത്തൽ. ഈ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന് പോലീസിന് പ്രാഥമിക നിയമോപദേശം ലഭിച്ചു. കൂടുതൽ തെളിവുകൾ പരാതിക്കാരൻ നൽകുകയോ പുറത്തു വന്ന ശബ്ദ സംഭാഷണത്തിലെ ഇര പരാതിയുമായി സമീപിക്കുകയോ ചെയ്താൽ മാത്രം തുടർ നടപടി മതിയെന്നുമാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കില്ലെന്നാണ് സൂചന. സംഘടനാ നടപടി മാത്രം മതിയെന്നാണ് കോൺഗ്രസ് തീരുമാനം. രാജി പാർട്ടിയെയും മുന്നണിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രാഹുലിന് MLA ആയി തുടരാൻ ഘടകകക്ഷികളുടെ പിന്തുണയുമുണ്ട്. എന്നാൽ രാഹുൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ പിടിവലിയും തുടങ്ങിയിട്ടുണ്ട്. അബിൻ വർഗിക്കായി അവകാശവാദങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ബിനു ചുള്ളിയിലിനായി KC പക്ഷവും KM അഭിജിത്തിനായി MK രാഘവനും വാദിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പകരക്കാരൻ ആരാണെന്ന് കോൺഗ്രസ് നേതൃത്വമാകും തീരുമാനിക്കുക. അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഗർഭഛിദ്രം നടന്നിട്ടുണ്ടോ, ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ, ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകാനോ തയ്യാറാകണം. ഗർഭഛിദ്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നും പോലീസ് കാത്തിരിക്കുകയാണ്. ഇതോടൊപ്പം രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാർ പാർട്ടിയെ സമീപിക്കുമോ എന്ന് അറിയാനും പോലീസിന് നീക്കമുണ്ട്.